എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആണ് സൗണ്ട് ഓഫ് ഇ. ഇംഗ്ലീഷിൽ 5 വവൽസ് ഉണ്ട്. എ, ഇ, ഐ, ഒ, യു. ഇതിൽ നമ്മൾ എ സൗണ്ട് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ സൗണ്ട് ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ സൗണ്ടില് ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഇ ഉപയോഗിക്കുമ്പോൾ സ്മോൾ ഇ, ചെറിയ ഇയുടെ സൗണ്ട് വരുന്ന ചില വേർഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഇംഗ്ലീഷ്, illet, eagle, 11, exam, engagement, അങ്ങനെ. ഇനിയും കുറച്ചുകൂടെ നീട്ടിയുള്ള ഇ, അത് ഏതൊക്കെ വേർഡ്സിലാണ് വരുന്നതെന്ന് നോക്കാം. അതിന് ഒരു സിമ്പിൾ ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇ, അതിനുശേഷം ഒരു കോൺസണന്റ്, പിന്നെ ഇ. ഓക്കെ, ഇ അതിനുശേഷം ഒരു കോൺസണന്റ്, പിന്നെ ഇ. ഇങ്ങനെ വരുന്ന വേർഡ്സ് എല്ലാം ഇ എന്നാണ് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കാം. concede, intercede, complete, convene, gene. ഇവയെല്ലാം ഇ, അതിനുശേഷം ഒരു കോൺസണന്റ്, പിന്നെ ഇ. ഇവിടെല്ലാം നമ്മൾ ഇ എന്ന സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടത്, ഇ എ, ഡബിൾ ഇ, അല്ലെ വെറും ഇ ഉള്ള ചില വേർഡ്സിൽ നമ്മൾ ഇ എന്ന് തന്നെയാണ്, അതായത് വലിയ ഇ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഗ്രീൻ, stream, east, eel. ഇതിലെല്ലാം നമ്മൾ ഇ എ അല്ലെങ്കിൽ ഡബിൾ ഇ അങ്ങനെയുള്ള സൗണ്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇ എന്ന സൗണ്ട് തന്നെയാണ് വരുന്നത്. വലിയ ഇയുടെ സൗണ്ട് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു റൂൾ കാണാം. അതിനുശേഷം ആർ, പിന്നീട് ഇ. ഇങ്ങനെ വരുന്ന വേർഡ്സിലെല്ലാം നമ്മൾ ഈ എ സൗണ്ട്, ഈ എ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, near, cohere, sphere, atmosphere. ഇവിടെ ഈ എ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വരുന്നിടത്തെല്ലാം ഈ ഫസ്റ്റ് ഇയുടെ സൗണ്ട് ഇ എ എന്നായിരിക്കും, ഇ എ എന്നായിരിക്കും. എന്നാൽ ഈ അവസാനം വരുന്ന ഇക്ക് സൗണ്ട് ഇല്ല, അത് സൈലന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊരു റൂളാണ്. ഇനി അടുത്ത റൂൾ നോക്കാം. രണ്ട് കോൺസണന്റ്സിന്റെ ഇടയ്ക്ക് കോൺസണന്റ് ഇ, കോൺസണന്റ്.
കോൺസണന്റ് ഈ കോൺസണന്റ് ഇങ്ങനെ വരുന്നിടത്തെല്ലാം എ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വരും അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ബെഡ്, വെഡ്, ലെഡ്, റെഡ്, hen, fled, beg, leg, peg, bell, yell, sell, tell, hell, bet, get, let, went, net. ഇതെല്ലാ സൗണ്ട്സ് ഈ എല്ലാ വേർഡ്സിലും ആദ്യം ഒരു കോൺസണന്റ് ആണ്, മൂന്നാമത്തെയും ഒരു കോൺസണന്റ് ആണ്, ഇടയ്ക്ക് ഈ സൗണ്ട്. അപ്പോൾ എല്ലാം എ ആണ്, എ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത റൂൾ നോക്കാം. ഇനി കോൺസണന്റ് പ്ലസ് ഇ ആർ പ്ലസ് കോൺസണന്റ്, കോൺസണന്റ് പ്ലസ് ഇ ആർ പ്ലസ് കോൺസണന്റ് ഇങ്ങനെ വരുമ്പോൾ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വരും എക്സാമ്പിൾസ് നോക്കാം. jerk, verb, heard, concert. ഇതിലെല്ലാം ഇ ആർ, ഇതൊരു കോൺസണന്റ് ഇതൊരു കോൺസണന്റ്, ഇടയ്ക്ക് ഇ ആർ ആണ്. ഇടയ്ക്ക് ഇ ആർ ആണ്. ഇതിന്റെ എല്ലാം സൗണ്ട് സൗണ്ട് ആണ്. സൗണ്ട് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ ആറിന്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അമേരിക്കൻ ആണെങ്കിൽ ആറിന്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. jerk, word, heard, concert ഇതെല്ലാം അമേരിക്കൻ പ്രൊനൗൺസിയേഷന്റെ ആറും കൂടെ ചേർത്താണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി അടുത്ത റൂൾ നോക്കാം. EL, ENT, EN, ER ഇങ്ങനെയുള്ള വേർഡ്സിലെല്ലാം ഒരുമിച്ച് വരുന്നതെല്ലാം നമ്മൾ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. token, skipper, rotten, timber, barrel, stopper, current, given. So EN, ENT, ER, EL ഇങ്ങനെയുള്ള സഫിക്സസ് വരുന്നിടത്തെല്ലാം നമ്മൾ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനിയും അടുത്ത റൂൾ കൂടി നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ കൂടുതലും അവസാനം ഈ വരുമ്പോൾ നമ്മൾ ഈ സൈലന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കുറച്ച് വേർഡ്സ് നോക്കാം. dance, donate, file, time, table, take. ഇവിടെ എല്ലാം അവസാനം ഈ വരുവാണെങ്കിലും ഈ സൈലന്റ് ആണ്. പക്ഷെ ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം.
simile, finale, recipe ഇതിലെല്ലാം ഈയുടെ സൗണ്ട് ഉണ്ട്. സോ ഫ്രണ്ട്സ്, ഇൻ ബ്രീഫ് നമ്മൾ ഇന്ന് ഈയുടെ പല സൗണ്ട്സും മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനിയും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതിന് മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരാം. അത് സോൾവ് ചെയ്ത് കാണിക്കുക, എന്നിട്ട് കമന്റ്സ് ഇടുക. സോ ഇന്നത്തെ എക്സസൈസ് എന്താന്ന് നോക്കാം. ഇങ്ങനെ 5 വേർഡ്സ് ഞാൻ തരുന്നുണ്ട്. ഈ 5 വേർഡ്സിൽ ഈയുടെ ഏതൊക്കെ സൗണ്ട്സ് ആണ്, ഏതൊക്കെ വേർഡ്സ് നമുക്ക് ഇതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് അത് കമന്റ്സിൽ ഇടുക. സോ until we meet next time, bye bye, take care.